hello. Welcome you all to Biglearning. Myself Kavya. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായി പോകുന്നത് നോൺ വൊക്കേഷണൽ ടീച്ചർ കൊമേഴ്സിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഏതായാലും പഠിക്കാൻ ആരംഭിച്ചു അല്ലേ? അപ്പൊ നമുക്ക് എന്തെല്ലാം പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നതെന്നൊന്ന് നോക്കിയാലോ? യെസ്, സോ ലെറ്റ് സ്റ്റാർട്ട്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. Type 1 error occurs when option E null hypothesis is true. അടുത്ത ഓപ്ഷൻ എന്താണ്? null hypothesis is true but it is rejected. Next option, null hypothesis true but it's accepted. Option C, null hypothesis is not true but is rejected. Option D, null hypothesis is not true but is rejected. അപ്പൊ നമുക്ക് എന്താണ് ആക്ച്വലി നമുക്ക് എന്ത് മനസ്സിലാക്കണം? ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് കീവേഡ്സ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? കീവേഡ്സ് ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ ഇതിന്റെ കീവേഡ് എന്ന് പറയുന്നത് എന്താണ്? ടൈപ്പ് 1 ആണ് അല്ലെ? അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ടൈപ്പ് 1 എന്ന് പറയുന്നത് ഏത് ഏരിയയുമായിട്ട് റിലേറ്റഡ് ആണ്? നമ്മളുടെ എക്കണോമെട്രിക് ഏരിയയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു പെർട്ടിക്കുലർ കോൺസെപ്റ്റ് ആണ്. നമ്മുടെ എക്കണോമെട്രിക്സ് എന്ന് പറഞ്ഞൊരു മൊഡ്യൂൾ ഉണ്ടല്ലോ. യെസ്, അപ്പൊ അത് നമുക്ക് മനസ്സിലായി. ഇനി എന്താണ് ടൈപ്പ് 1 എറർ? Type 1 error is the mistaken rejection of an actually true null hypothesis. ആക്ച്വലി ട്രൂ ആയിട്ടുള്ള ഒരു നൾ ഹൈപ്പോത്തസിസ്. നൾ ഹൈപ്പോത്തസിസ് ഉണ്ട്, ഓൾട്ടർനേറ്റീവ് ഉണ്ട്, അതൊക്കെ നമുക്ക് അറിയാം. നൾ ഹൈപ്പോത്തസിസ് ട്രൂ ആണ്, ഇറ്റ് ഇസ് ട്രൂ ബട്ട് ഈസ് റിജക്റ്റഡ്. അതാണ് എന്ത്? ടൈപ്പ് 1 എറർ എന്ന് പറയുന്നത്. അപ്പൊ നോക്കിക്കേ, നൾ ഹൈപ്പോത്തസിസ് ട്രൂ ബട്ട് ഈസ് റിജക്റ്റഡ്. അപ്പൊ ഇത് തന്നെയല്ലേ വരുന്നേ? യെസ്, സോ ഈ ആൻസർ ഇസ് ഓപ്ഷൻ എ. ബാക്കിയൊന്നും നമ്മൾ നോക്കണ്ട, കാരണം കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനീഷൻ തന്നെയല്ലേ ചോദിച്ചത്. യെസ്. So, moving on to the next question. A measure of average deviation from the mean in squared units is called. Very simple question, അല്ലേ? എന്താണ് ചോദിച്ചിരിക്കുന്നത്? നമ്മുടെ measure of the average deviation from mean. അതെന്താ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് അല്ലേ? സ്ക്വയർഡ് യൂണിറ്റ്സ്, അതായത് റൂട്ട് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ പേരെന്താ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ? നമുക്ക് ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ പെട്ടെന്ന് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. എ മെഷർ ഓഫ് ദ ആവറേജ് ഡീവിയേഷൻ ഫ്രം മീൻ. ആവറേജ് ഡീവിയേഷൻ ഫ്രം മീൻ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. ആ സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? റേഞ്ച് ആണോ? അല്ല. സ്റ്റാൻഡേർഡ് എറർ ആണോ? അല്ല. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണോ? അല്ല. ഇറ്റ് ഇസ് വേരിയൻസ്. അത് നമ്മളുടെ ക്യൂട്ടി ഏരിയ എന്നാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് മാച്ച് ദി ഫോളോയിങ് ആണ് തന്നെ. ഈ മാച്ച് ദി ഫോളോയിങ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി സിമ്പിൾ ആണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് രണ്ടെണ്ണമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കും. കണ്ടോ, ഇപ്പൊ ഇവിടെ നമുക്ക് എ കിട്ടിയെന്ന് വിചാരിക്കും. എ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും നോക്കണ്ട അല്ലേ? കാരണം നമ്മളുടെ മുമ്പിൽ കുറച്ച് സമയം എന്താണ് കൂടുതൽ ക്വസ്റ്റ്യൻസ്, അങ്ങനെയല്ലേ? റാങ്ക് ഓഫ് സ്റ്റുഡൻസ് ഇൻ എ മ്യൂസിക്കൽ ടെസ്റ്റ്. ഒരു മ്യൂസിക്കൽ ടെസ്റ്റിലെ കുട്ടികളുടെ റാങ്ക് അത് നമുക്ക് തന്നിട്ടുണ്ട്. അടുത്തത് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്, ക്ലാസ് നമ്പർ ഓഫ് സ്റ്റുഡൻസ്, ഇന്റലിജൻസ് സ്കോർസ് ഓൺ എ ടെസ്റ്റ്, റേഷ്യോ സ്കെയിൽ, ഇന്റർവൽ സ്കെയിൽ, ഓർഡിനൽ സ്കെയിൽ, നോമിനൽ സ്കെയിൽ. ഇതെങ്ങനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യും എന്നുള്ളതാണ് ചോദിക്കുന്നത്. റാങ്ക് ഓഫ് ദ സ്റ്റുഡൻസ് ഇൻ എ മ്യൂസിക്കൽ ടെസ്റ്റ്, അതിനെ നമുക്ക് ഇന്റർവൽ ആക്കാൻ പറ്റുമോ? പറ്റില്ല. ഇന്റർവൽ അല്ലല്ലോ, ഇത്ര മുതൽ ഇത്ര വരെ, അങ്ങനെയാണോ? അല്ല. ഇനി റേഷ്യോ സ്കെയിൽ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഓരോ സ്കെയിലുകൾ ആദ്യം നോക്കാം അല്ലെ? റേഷ്യോ സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഒരു റേഷ്യോയുടെ ബേസിസിൽ ടാബ്ലേറ്റ് ചെയ്യാനേ അതിനെ നമ്മൾ റേഷ്യോ സ്കെയിൽ എന്ന് പറയും. ഇന്റർവൽ സ്കെയിൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇത്ര മുതൽ ഇത്ര വരെ, ദാറ്റ് ഇസ് കോൾഡ് ഇന്റർവൽ സ്കെയിൽ. ഓർഡിനൽ സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ഓർഡർ പ്രകാരം പറയുകയാണെങ്കിൽ അതിനെ ഓർഡിനൽ സ്കെയിൽ എന്ന് പറയും. നോമിനൽ സ്കെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? നെയിം, കാറ്റഗറി. ഇപ്പൊ നമ്മൾ ജെൻഡർ ഒക്കെ പറയില്ലേ ഫ്രണ്ട്സ്? യെസ്, അതുപോലെ. അപ്പൊ റാങ്ക് ഓഫ് ദ സ്റ്റുഡൻസ് എന്തായാലും എന്തല്ല, നമുക്ക് ഇന്റർവൽ സ്കെയിൽ ആണ് എന്ന് പറയാനായിട്ട് സാധിക്കില്ല. അപ്പൊ അത് നമ്മൾ ചിന്തിക്കണ്ട. ഇനി നമുക്ക് റാങ്ക് ഓഫ് ദ സ്റ്റുഡൻസ് നോമിനൽ ആണോ? റാങ്ക് മാർക്കല്ലേ? അപ്പൊ അതല്ല. ഓക്കെ. ഇനി റാങ്ക് ഓഫ് എ സ്റ്റുഡൻസ് ഓർഡിനൽ. യെസ്, ഒരു ഓർഡർ അല്ലേ? യെസ്. ഇനി നമുക്ക് നോക്കാം. അപ്പൊ ഇതെന്തായാലും അല്ല. ഇനിയിപ്പോ നമ്മൾ മറ്റു ഓപ്ഷൻസിലേക്ക് പോണ്ട, എന്നാലും നമുക്കൊന്ന് നോക്കിക്കളയാം അല്ലെ? യെസ്, അപ്പൊ ഓപ്ഷൻ സി തന്നെയായിരിക്കും. കണ്ടോ എങ്ങനെ നമ്മൾ എലിമിനേഷനിലേക്ക് പോയി പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്തിയെന്ന് കണ്ടോ? ആദ്യത്തെ ഓപ്ഷൻ മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഒരു ക്വസ്റ്റ്യൻ കാണുമ്പം ഏത് ഏരിയയിലാണ് ഡീവിയേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം, അല്ലെങ്കിൽ ഏത് ഓപ്ഷൻ ആണ് ഡീവിയേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ആ ഡീവിയേറ്റ് ചെയ്യുന്ന ഓപ്ഷനിലേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞാൽ ഉത്തരം സിമ്പിൾ. റാങ്ക് ഓഫ് എ സ്റ്റുഡൻസ് ഓർഡിനൽ ആണ്, ഒരു ഓർഡർ അല്ലേ? യെസ്. ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്, റേഷ്യോ, ലെങ്ത് ഈസ് ടു ബ്രെഡ്ത്ത് എന്നല്ലേ? യെസ്. ക്ലാസ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് അത് എന്താണ്? നോമിനൽ സ്കെയിൽ ആണ്. അടുത്തത് ഇന്റലിജൻസ് സ്കോർസ് ഓൺ എ ടെസ്റ്റ്, അത്
ഇന്റർവൽ സ്കെയിലാണ്. നമ്മൾ ഇന്റലിജൻസ് സ്കോർസ് എപ്പോഴും ഒരു റേഷ്യോയുടെ ബേസിസിലായിരിക്കും പോസ്റ്റുലേറ്റ് ചെയ്യുന്നത്. സോ ഈ ആൻസർ ഇസ് ഓപ്ഷൻ യെസ്, സി. Let's move on to the next question. The scoring guide that helps teachers to evaluate students' performance based on the range of a criteria. Certain criteria basis teachers എന്ത് ചെയ്യുന്നു, സ്റ്റുഡൻസിന്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അതിന് നമ്മൾ എന്താണ് പറയുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. Is it portfolio? അല്ല. റുബ്രിക് പോർട്ട്ഫോളിയോ പറഞ്ഞ ഒരു ജസ്റ്റ് നമുക്ക് ഐഡിയ മാത്രമേ കിട്ടുന്നുള്ളൂ. അടുത്തത് പിയർ അസസ്മെന്റ്. പിയർ അസസ്മെന്റ് തന്നെ നമ്മൾ ഈ ടീച്ചിങ് പ്രാക്ടീസിനൊക്കെ പോകുമ്പോൾ നമ്മൾ കാണൂലേ, നമ്മൾ കൂടെയുള്ള ആള് പെർഫോം ചെയ്യുമ്പോൾ എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടാണ് അല്ലെങ്കിൽ എന്തെല്ലാമാണ് ഇംപ്രൂവ് ചെയ്യേണ്ടത്, ഇതെല്ലാം പറയണല്ലേ പിയർ അസസ്മെന്റ്. യെസ്. റിഫ്ലക്റ്റീവ് ജേർണൽ വേറൊരു പെർട്ടിക്കുലർ കോൺസെപ്റ്റ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. എന്തെങ്കിലും ഒന്ന് വായിക്കുന്നു അല്ലെങ്കിൽ അക്വയർ ചെയ്യുന്നു, അതിന്റെ ബേസിസിൽ നമ്മൾ റിവ്യൂ പോലെ. അതാണ് റുബ്രിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? യെസ്, ഇതേ പ്രോപ്പർ ഡെഫിനേഷൻ തന്നെയാണ് പറയുന്നത്. സ്റ്റുഡൻസിന്റെ പെർഫോമൻസ് അനുസരിച്ചിട്ട് സ്റ്റുഡൻസിനെ കുറെ ക്രൈറ്റീരിയയുടെ അടിസ്ഥാനത്തിൽ ഇവാലുവേറ്റ് ചെയ്യാൻ ടീച്ചർ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് അല്ലെങ്കിൽ ഒരു സ്കീമാണ് റുബ്രിക് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് ഇസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? നെയിം ദ കമ്മീഷൻ വിച്ച് സബ്മിറ്റഡ് റിപ്പോർട്ട് ഓൺ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പ്. ഇത് നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഓരോ കമ്മീഷൻസിനെ കുറിച്ചും പഠിച്ചിരിക്കണം. ഓക്കെ, ഓരോ കമ്മീഷനെ കുറിച്ചും പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇവിടെ പ്രോപ്പർ ആയിട്ട് എന്ത് കിട്ടുള്ളൂ? ആൻസർ കിട്ടുള്ളൂ. അപ്പൊ മണ്ഡൽ കമ്മീഷൻ എന്താണ്? അപ്പൊ മണ്ഡൽ കമ്മീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനറലി ഈ എന്താ പറയാ, സോഷ്യലി ബാക്ക്വേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യലി, അത് തന്നെയാണ് ടെക്നിക്കൽ ടേം, സോഷ്യലി എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ക്ലാസസ്, അത്ര പുരോഗമനം ഒന്നും ലഭിക്കാത്ത ക്ലാസ്സസ് ഉണ്ടാവുമല്ലോ. യെസ്. അപ്പം അങ്ങനത്തെ ഒരു കാര്യങ്ങൾ, അവരുടെ പുരോഗമനം എങ്ങനെയാണ്, അവരുടെ ആ ഒരു പ്രോസ്പെറിറ്റിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യാനായിട്ട് സാധിക്കും, എത്രയുണ്ട് അവരുടെ ടോട്ടൽ കൗണ്ട്, ഇതെല്ലാം നോക്കുന്ന ഒരു പെർട്ടിക്കുലർ കമ്മീഷനാണ് ആക്ച്വലി ആരെന്ന് പറയുന്നത്? നമ്മുടെ ഈ ഒരു മണ്ഡൽ കമ്മീഷൻ എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് വരുന്നത് എന്താണ്? ശ്രീകൃഷ്ണ കമ്മീഷൻ. ശ്രീകൃഷ്ണ കമ്മീഷന് ജസ്റ്റിസ് ബി എൻ ശ്രീകൃഷ്ണ കമ്മീഷൻ എന്നും പറയാറുണ്ട്. ജസ്റ്റിസ് ബി എൻ ശ്രീകൃഷ്ണ കമ്മീഷൻ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ കമ്മീഷൻ എന്നും പറയാറുണ്ട്. ഇത് മഹാരാഷ്ട്രയുടെ ഒരു കമ്മീഷൻ ആണ്. ഇവിടെ ബേസിക്കലി ഇറ്റ് വാസ് ഫോർമുലേറ്റഡ് ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് ദ കോസസ് ഓഫ് ദ ബോംബെ റൈറ്റ്സ് എന്നാ പറയുന്നത്. ബോംബെ റൈറ്റ്സിന്റെ ഇഷ്യൂനെ കുറിച്ച് അണ്ടർടേക്ക് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഗനൈസ് ചെയ്തിരിക്കുന്ന ഒരു പെർട്ടിക്കുലർ കമ്മീഷനാണ് ഈ ഒരു പെർട്ടിക്കുലർ കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഓരോ കമ്മീഷനെ കുറിച്ചും പഠിച്ചിരിക്കണം. ഓക്കെ, സോ ഞങ്ങളുടെ ബിഗ് ലേണിംഗിലൂടെ ഈ കമ്മീഷൻസിന്റെ തന്നെ ഒരു സ്പെഷ്യൽ ക്ലാസ് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ ദാറ്റ് നിങ്ങൾക്ക് എല്ലാ കമ്മീഷൻസും എന്ത് ചെയ്യാൻ പറ്റും? അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ബേസിക് ആയിട്ടുള്ള നമ്മളുടെ സർക്കാരിയ കമ്മീഷൻ 1983 സർക്കാരിയ കമ്മീഷൻ വരുന്നത്. ആൻഡ് സർക്കാരിയ കമ്മീഷന്റെ ബേസിക് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി പറഞ്ഞ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പിനെ കുറിച്ച് പഠിക്കുക. അത് സ്മൂത്ത് ആണോ, ഇനി എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നുള്ളത് നോക്കുകയാണ്. നമ്മളുടെ ആദ്യ കമ്മീഷൻ, ഏത് കമ്മീഷൻ? യെസ്, സർക്കാരിയ കമ്മീഷൻ എന്ന് പറയുന്നത്. ഇനി മുഖർജി കമ്മീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മുഖർജി കമ്മീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ബേസിക്കലി അവർ ചെയ്യുന്നത് 1999 ശരിക്കും ഇവരെ നമ്മളുടെ സുപ്രീം കോർട്ടാണ് ആക്ച്വലി, ഇദ്ദേഹം ഒരു സുപ്രീം കോർട്ട് ജഡ്ജായിരുന്നു നമ്മളുടെ മനോജ് കുമാർ മുഖർജി എന്ന് പറയുന്നത്. ഇത് ബേസിക് ആയിട്ട് വരുന്നത് നമ്മളുടെ ബോസിന്റെ, അതായത് ഡെത്ത് ഓഫ് ബോസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള, സുഭാഷ് ചന്ദ്രബോസുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ഇഷ്യൂവിനെ കുറിച്ച് അല്ലെങ്കിൽ അതിന്റെ കാരണത്തെ കുറിച്ച് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അത് എന്താണ് അതിന്റെ കാര്യങ്ങളൊക്കെ കുറിച്ച് നമുക്ക് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബേസിക്കലി ഈ ഒരു കമ്മീഷൻ നമ്മൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഈ മുഖർജി കമ്മീഷൻ അധികം ചോദിച്ച് അങ്ങ് കാണാറില്ല. അപ്പൊ ഇതിൽ നമുക്ക് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷനെ കുറിച്ചാണ് പഠിക്കേണ്ടത്. അപ്പൊ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കമ്മീഷൻ എന്ന് പറയുന്നത് ഏതാണ്? സർക്കാരിയ കമ്മീഷൻ ആണ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് കമ്മീഷൻ. മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Single entry is a system where only one aspect is recording as per convenience, only profit and loss account is prepared, and D, none of this. അപ്പൊ എന്താണ് വരിക? സിംഗിൾ എൻട്രി അല്ലേ നോക്കിയത്? യെസ്. സോ ദ ആൻസർ ഇസ്, ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ ബി, റെക്കോർഡിംഗ് ആസ് പെർ കൺവീനിയൻസ്.
അപ്പൊ നമ്മളോട് ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? ഇഫ് ദ റേറ്റ് ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് ഈസ് 20% ഓൺ കോസ്റ്റ് ഓഫ് ഗുഡ് ആണല്ലോ. 20% ഓൺ കോസ്റ്റ് ഓഫ് ഗുഡ് ആണെങ്കിൽ ഓക്കെ, സെയിൽസ് ആർ ഗുഡ് സോൾഡ് ആണ്. ഓക്കെ, സെയിൽസ് 1 lakh ആണ് തന്നത്. നമ്മളോട് ചോദിച്ചത് എന്താ? എമൗണ്ട് ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് എത്രയാണ് എന്നാണല്ലോ നമ്മളോട് ചോദിച്ചത്. യെസ്. അപ്പൊ നമ്മളിവിടെ എങ്ങനെയാണ് അസ്യൂം ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഉത്തരത്തിലേക്ക് എത്തുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമ്മള് സ്റ്റെപ്പ് ഞാൻ ഇവിടെ എഴുതാണ്. നമ്മൾ ആദ്യം അസ്യൂം ചെയ്യുന്നു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? 100 ആണെന്ന് വെക്കുന്നു. ഓക്കെ, 100. ഇനി നമ്മള് റേറ്റ് ഓഫ് ഗ്രോസ് പ്രോഫിറ്റ്, റേറ്റ് ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് അറ്റ് കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ്, അത് നമുക്ക് എത്ര തന്നിട്ടുണ്ട്? 20% നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട്സ്? തന്നിട്ടുണ്ടല്ലോ. യെസ്. അപ്പം ഇനി നമുക്ക് ചെയ്യാന്ന് പറയുന്നത് വളരെയധികം സിമ്പിൾ ആണ്. എങ്ങനെയാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്? അപ്പോൾ ഇനി നമ്മൾ കാണുന്നത് എന്താണ്? അപ്പൊ നമുക്ക് സെല്ലിംഗ് പ്രൈസ് കിട്ടും. നമുക്ക് സെല്ലിംഗ് പ്രൈസ് എങ്ങനെ കിട്ടും? സെല്ലിംഗ് പ്രൈസ് ഈക്വൽസ് നമുക്ക് എങ്ങനെ കിട്ടും? 100, ഈ 100 പ്ലസ് നമുക്ക് 20%, അപ്പൊ 20. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 120. അപ്പൊ നമുക്ക് എത്ര കിട്ടി? വെൻ സെല്ലിംഗ് പ്രൈസ് ഈസ് 120, പ്രോഫിറ്റ് എത്രയാ വരിക? പ്രോഫിറ്റ് എന്ന് പറയുന്നത്, അതായത് നമ്മൾ ഒരു സാധനം നമുക്ക് ഉണ്ടാക്കാനായിട്ടുള്ള ചിലവ് 100 rupees ആണ്. ആ സാധനം നമ്മൾ വിറ്റത് എത്ര രൂപയ്ക്കാ? 120ക്കാണ്. അതായത് 20 rupees നമുക്ക് എത്രയാണ്? ലാഭമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മള് ഇനി എന്താണ് കണ്ടുപിടിക്കുന്നത്? നമുക്ക് എമൗണ്ട് ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് ആണ് ഇവിടെ കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ എന്താണ്? വെൽ സെല്ലിംഗ് പ്രൈസ് ഈസ് 1 rupees ആണ്. സപ്പോസ് സെല്ലിംഗ് പ്രൈസ് ₹1 ആണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? 20, അതായത് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെല്ലിംഗ് പ്രൈസ്, ഇത് നോർമൽ ഫോർമുല, ഇൻറ്റു നമ്മള് ഇത്രയും കണ്ടുപിടിച്ചാൽ മതി. അതായത് 20 ഡിവൈഡഡ് ബൈ 120 ആയിരിക്കും. അടുത്ത സ്റ്റേജിൽ നമുക്ക് ബാക്കിയുള്ളത് ചെയ്യാം. 20 ഡിവൈഡഡ് ബൈ 120 ആയിരിക്കും ഒരെണ്ണത്തിൻ്റെത് ആണല്ലോ. യെസ്. ഇനി സപ്പോസ് സെല്ലിംഗ് പ്രൈസ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് എത്രയാ? 1 lakh ആണ് നമുക്ക് ഇവിടെ സെല്ലിംഗ് പ്രൈസ് തന്നിരിക്കുന്നത്. അപ്പൊ സെല്ലിംഗ് പ്രൈസ് ഓഫ് ഇത്ര 1 lakhന്റേത് കണ്ടുപിടിക്കാൻ എളുപ്പല്ലേ? 20 ഡിവൈഡഡ് ബൈ 100, ഇവിടെ ഒന്നിൻ്റെതാകുമ്പോ ഇൻറ്റു 1 എന്ന് എഴുതാം. ഇൻറ്റു 1 lakh ആണല്ലോ. യെസ്. അപ്പൊ എത്ര കിട്ടും ഫ്രണ്ട്സ്? ചെറിയ തെറ്റുണ്ട്, എടുത്തെഴുതിയപ്പോ തെറ്റിയതാണ്. 20 ഡിവൈഡ് ബൈ 120 ഇൻറ്റു 1 lakh ആണ്. അപ്പൊ നമുക്ക് എത്രയാണ് ഇവിടെ കിട്ടുന്നത്? 20 divided by 120 into 1 lakh. അതായത് എത്ര? 0, 1, 2, 3, 4, 5 അല്ലെ? അപ്പൊ എത്ര കിട്ടും ആൻസർ? 16,666.66. നമുക്ക് റൗണ്ട് ചെയ്ത് ഇങ്ങനെ എഴുതാനായി സാധിക്കും. അപ്പൊ ഒന്ന് നോക്കിക്കേ, നമ്മൾ ആദ്യം അസ്യൂം ചെയ്തു അതിനെ 100 ആയിട്ട്. റേറ്റ് ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു? 20% നമുക്ക് തന്നിട്ടുണ്ട്. ഇനി എന്താ? സെല്ലിംഗ് പ്രൈസ് നമുക്ക് അപ്പൊ കണ്ടുപിടിച്ചു. നമ്മൾ ടോട്ടൽ ആയിട്ടുള്ളതാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ എന്താ? സെല്ലിംഗ് പ്രൈസ് ഓഫ് ഒരെണ്ണത്തിൻ്റെത് കാണാൻ നമ്മൾ 20 ഡിവൈഡ് ബൈ, അതായത് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ 120 ഓക്കെ ഇൻറ്റു 1 ഒരെണ്ണത്തിന്റെ കാണാൻ. പക്ഷെ നമ്മളോട് ഇവിടെ 1 lakhന്റെതല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞത്. യെസ്. സോ 20 ഡിവൈഡഡ് ബൈ 120 ഇൻറ്റു 1 lakh, which will give you the answer this. Okay, I hope this is clear for everyone. Let's move on to the next question. Goods worth ₹10,000 taken by the proprietor for personal use should be credited to. Goods 10,000. Goods worth ₹10,000 taken by the proprietor for personal use. അല്ലേ? പേഴ്സണൽ യൂസ് ആണല്ലോ. എക്സ്പെൻസ് അക്കൗണ്ട് ആണോ, ഇനി സെയിൽസ് അക്കൗണ്ട് ആണോ, പർച്ചേസ് അക്കൗണ്ട് ആണോ, ഡ്രോയിങ്സ് അക്കൗണ്ട് ആണോ? ഏതിലായിരിക്കും ഫ്രണ്ട്സ് എഴുതുക? യെസ്, ബിയോണ്ട് ഡൗട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇറ്റ് ഇസ് ക്രെഡിറ്റഡ് ഇൻ പർച്ചേസ് അക്കൗണ്ട്. നമ്മൾ പർച്ചേസ് ചെയ്യല്ലേ ചെയ്യുന്നത്. യെസ്, അതിപ്പോ എങ്ങനെയായാലും വി ആർ ഗോയിങ് ഫോർ പർച്ചേസ്, സോ ഇറ്റ് വിൽ ബി ക്രെഡിറ്റഡ് ഇൻ പർച്ചേസ് അക്കൗണ്ട്. Let's move on to the next question. In India, which of the following is prepared under the guidelines of AS3 accounting standards? Standards ഒക്കെ പഠിക്കാണ്ടല്ലേ? ബിഗ് ലേണിംഗ് നിങ്ങൾക്ക് ആ സ്റ്റാൻഡേർഡ്സിന്റെ തന്നെ ഒരു സ്പെഷ്യലൈസ്ഡ് ക്ലാസ്സിന് വേണ്ടി ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവർക്കും എന്ത് കിട്ടും? പൂർണ്ണമായിട്ടുള്ള ഒരു ഐഡിയ ആക്ച്വലി ഈ എല്ലാ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചും കിട്ടും. എന്താണ് AS3യില്
പോയിന്റ് ചെയ്യുന്നത്. Is it with respect to balance sheet of a company? Is it with respect to fund flow statement? Is it with respect to cash flow statement? Or is it related with the amalgamation? Yeah, correct answer is cash flow statement. Let's move on to the next question. Conversion cost is equal to the total of material cost and factory overhead, direct wages and factory overhead, material cost and selling overhead, material cost and indirect wages. Correct answer is option B, direct wages and factory overhead. Let's move on to the next question. When trainees are attached to senior workers, it is called, ഒരുപാട് ട്രെയിനിങ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ട്രെയിനിങ് ബേസ്ഡ് ആയിട്ടുള്ള കാറ്റഗറീസ് ഉണ്ട്, അതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇതെന്താണ്? വെൻ ട്രെയിനീസ് ആർ അറ്റാച്ച്ഡ് ടു സീനിയേഴ്സ്, സീനിയേഴ്സുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ട് അവർക്ക് ഒരു പ്രൊവിഷൻ കൊടുക്കുവാണെങ്കിൽ അതിനെ എന്താണ് വിളിക്കുന്നത്? ഇറ്റ് ഈസ് കോൾഡ് അപ്രന്റൈസ് ട്രെയിനിങ്. നമ്മൾ അപ്രന്റീസ്ഷിപ്പ് എന്നൊക്കെ പറയില്ലേ? യെസ്, അതുപോലെ. Moving on to the next question. Rates of income tax are fixed under. Rates of income tax are fixed under Income Tax Act, the Financial Act, an ordinance, notification of CBDT. നമ്മൾ ഇൻകം ടാക്സിന് എന്താണ് പല ത്രെഷോൾഡ് ലിമിറ്റ്സ് ഉണ്ട് അല്ലെ? അപ്പൊ അത് എന്തിന്റെ കീഴിലാണ് നമ്മൾ റേറ്റ് ഫിക്സ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചത്. ഏതാണ്? നമുക്ക് ബിയോണ്ട് പറയാം. ഇറ്റ് ഈസ് അണ്ടർ, ഏതാണ്? It is under Financial Act. അപ്പൊ ജനറലി ഫിനാൻഷ്യൽ അല്ലെങ്കിൽ ഫിനാൻസ് ആക്ട് എന്നും പറയാം. ജനറൽ ഇവിടെ കൺഫ്യൂഷൻ വരെ നമ്മൾ ഇൻകം ടാക്സ് ആക്ട് എഴുതി വെക്കും അല്ലെ? ഇൻകം ടാക്സ് ആക്ട് എഴുതി വെക്കരുത്. ഇവിടെ എന്താണ് ജനറലി റിലേറ്റ് ചെയ്ത് വരുന്നത്? ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് നമ്മുടെ ഈ ഒരു എന്താണ് ഫിനാൻസ് ആക്ട് എന്ന് പറയുന്നതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓരോന്നും നമുക്ക് വേണമെങ്കിൽ നോക്കാം. അപ്പം ബേസിക് ആയിട്ട് നമ്മളിവിടെ എന്ത് മനസ്സിലാക്കണം? എല്ലാ കാര്യങ്ങളും, അതായത് ഇതിനെ കുറിച്ചുള്ള CBDT എന്താണ്, അതുപോലെയുള്ള നമ്മളുടെ ഓർഡിനൻസ് എന്താണ്, അതുപോലെ നമ്മുടെ ഫിനാൻഷ്യൽ ആക്ടിലെ ഫിനാൻസ് ആക്ട് എന്താണ്, ഈ കാര്യങ്ങളെ കുറിച്ചെല്ലാം തന്നെ നമുക്ക് എന്തുണ്ടായിരിക്കണം? ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം. ഇപ്പൊ CBDT ആണെങ്കിൽ നോട്ടിഫിക്കേഷൻ ആണ് വരുന്നത്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സ് എന്നുള്ളതാണ് ബേസിക്കലി വരുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് അറിഞ്ഞിരിക്കണം. അതിനെക്കുറിച്ച് ഒരുപാട് തിയറി അല്ലെങ്കിൽ ഒരുപാട് കോൺസെപ്റ്റുകൾ ഉണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. അതുപോലെ ഇപ്പൊ ഓർഡിനൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു ഇറ്റ് ഇസ് എൻ ഓർഡർ ഓർ റൂൾ എന്നാ പറയുന്നത്. ഗവൺമെന്റ് മേക്ക് ചെയ്യുന്ന ഒരു ഓർഡർ അല്ലെങ്കിൽ റൂള്, അതാണ് ബേസിക്കലി ഓർഡിനൻസിനെ കുറിച്ച് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ പ്രതിപാദിക്കുന്നത്. ഇനി ഇൻകം ടാക്സ് ആക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനറലി നമ്മൾ പറയും, നമുക്ക് ഒരുപാട് ആക്ട്സ് അവിടെ ബേസിക്കലി വരുന്നുണ്ട്. അവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആക്ച്വലി ലെവി, അഡ്മിനിസ്ട്രേഷൻ, കളക്ഷൻ, ഇതെല്ലാം എങ്ങനെയായിരിക്കണം വിത്ത് റെസ്പെക്ട് ടു ഇൻകം, ഓരോരുത്തരുടെ ഇൻകത്തിന്റെ ബേസിസിൽ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനാണ് നമ്മൾ അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പം ഓരോ കാര്യത്തെ കുറിച്ചും നമുക്ക് എന്തുണ്ടായിരിക്കണം? പൂർണ്ണമായിട്ടുള്ള നോളജ് ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ എന്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്? ഇൻകം ടാക്സിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട്. ഫിനാൻസ് ആക്ട് എന്ന് പറയുന്നത് ശരിക്കും ഒരു ഫിസ്ക്കൽ ലെജിസ്ലേഷൻ ആക്ട് ആണ്. അത് പാർലമെന്റ് കൊണ്ടുവന്ന ആക്ട് ആണ്. ഇവിടെ എന്താ വെച്ചാൽ സെൻട്രൽ ഗവൺമെന്റിന് ബേസിക്കലി നമ്മളുടെ ഈ ഒരു ഇൻകം ടാക്സ്, കസ്റ്റംസ്, എക്സൈസ്, സെൻട്രൽ, ഇന്റഗ്രേറ്റഡ് GST മുതലായ ഫീൽഡിലെല്ലാം തന്നെ എങ്ങനെയായിരിക്കണം, അതായത് എങ്ങനെ ഇനീഷ്യേറ്റ് ചെയ്യണം അല്ലെങ്കിൽ എന്ത് റേറ്റ്സ് ആയിരിക്കണം അഫിക്സ് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളെ കുറിച്ചെല്ലാം തീരുമാനിക്കുന്നത് ഈ ഒരു പർട്ടിക്കുലർ ആക്ടിന്റെ കീഴിൽ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Rate of depreciation on books other than annual publication is. Rate of depreciation on book rather than എന്താണ്? Annual publications. ജനറലി നമ്മൾ ഡിപ്രിസിയേഷൻ ചാർജസ് ഫിക്സ് ചെയ്യാറുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ചോദിക്കുന്ന ബുക്സിന്റെ ഡിപ്രിസിയേഷൻ ചാർജ് എത്രയാണ് എന്നാണ്. ആൻസർ ഇസ് 60%. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്, അതിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. കാരണം സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻഡെക്സിനെ കുറിച്ചാണ് ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്ന CAC 40 ഇൻഡെക്സ് ഉണ്ട്. CAC 40 ഇൻഡെക്സ് ഏത് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് എന്നാണ് ചോദിക്കുന്നത്. ഫ്രാൻസ് ആണോ, ജർമ്മനി ആണോ, ബെൽജിയം ആണോ, ബ്രസീൽ ആണോ? അപ്പൊ ഇൻഡെക്സസ് എല്ലാം തന്നെ അതിന്റെ ഒരു ലിസ്റ്റ് തന്നെ ആക്ച്വലി ബിഗ് ലേണിംഗിൽ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എൻറോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ബിഗ് ലേണിംഗിൽ നിന്നും എന്താണ് ഇത് നിങ്ങൾക്ക് അക്വയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ CAC 40 ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ് ഇറ്റ് റിലേറ്റഡ് വിത്ത് ഫ്രാൻസ്, ജർമ്മനി, ബെൽജിയം, ബ്രസീൽ? ഏതാണ്?
യെസ്, കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഫ്രാൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പൊ ആ ഇൻഡെക്സിനെ പറ്റി നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു നോളേജ്, കാരണം പല രീതിയിലാണല്ലോ അവിടെ വരുന്നത്, അപ്പൊ അതാണ് അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അടുത്തത് ജർമ്മനിയുടെ ഇൻഡെക്സ് നമ്മൾ നോക്കണം. അതുപോലെ തന്നെ അതിന് ജർമ്മനിയുടെ ഇൻഡെക്സ് നമ്മൾ നോക്കണം, ബെൽജിയത്തിന്റെ ഇൻഡെക്സ് നമ്മൾ നോക്കണം, അതുപോലെ തന്നെ ബ്രസീലിന്റെ ഇൻഡെക്സും നമ്മൾ അവിടെ എന്ത് ചെയ്തിരിക്കണം? നോക്കിയിരിക്കണം. ഓക്കെ, അപ്പൊ അത് മാത്രം നമ്മൾ നോക്കിയാൽ പോരാ, നമുക്ക് എല്ലാ കൺട്രീസിന്റെയും ഇൻഡെക്സ് ഇസ് ഇമ്പോർട്ടന്റ്. കാരണം ഒരേ കൺട്രി തന്നെ ഒരുപാട് ഇൻഡെക്സുകൾ വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. Now let's move on to the next question. ഇത് ഇക്കണോമിക്സിന്റെ ഒരു ഏരിയയിൽ നിന്നാണ് ആക്ച്വലി വരുന്നത്. Dash is a market situation under which there is a single buyer of a product bar service. അപ്പൊ ഒരു സിംഗിൾ സെല്ലർ വരികയാണെങ്കിൽ എന്താണ്? നമുക്കറിയാം അത് ഒരു മോണോപ്പൊളി മാർക്കറ്റ് സിറ്റുവേഷൻ ആണ് വരുന്നത്. ഇനി ഫ്യൂ ആയിട്ട് വരികയാണെങ്കിൽ, ഫ്യൂ ബയർ ഫ്യൂ സെല്ലർ വരണ ഒളിഗോപ്പൊളി ആയി. ഇനി അടുത്തത് എന്താ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? മോണോപ്സോണി ആണ് പറഞ്ഞിരിക്കുന്നത്. മോണോപ്സോണി പറഞ്ഞാൽ എന്താണ്? ഒളിഗോപ്സോണി പറഞ്ഞാൽ എന്താണ്? ഈ രണ്ട് കോൺസെപ്റ്റുകളും നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് അവിടെയാണ് ജനറലി ഡൗട്ട് വരിക. ഈ രണ്ട് കോൺസെപ്റ്റിലും നമുക്ക് വലിയ രീതിയിൽ എന്ത് വരാനുള്ള സാധ്യതയില്ല? ഡൗട്ട് വരാനുള്ള സാധ്യത ഇല്ല. ഇനി മോണോപ്സോണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഒരൊറ്റ ബയ്യർ, മറ്റൊന്ന് നേരെ ഓപ്പോസിറ്റ്. ഓക്കെ, ഒരൊറ്റ ബയ്യർ വരുന്ന സിറ്റുവേഷൻ ആണ് എന്ത്? മോണോപ്സോണി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഒളിഗോപ്സോണി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും ഫ്രണ്ട്സ്? അത് നമുക്ക് പറയാൻ എളുപ്പല്ലേ? യെസ്, ഒളിഗോപ്സോണി is a state of market in which only a few number of buyers എന്നാ പറയുന്നത്. ഫ്യൂ സെല്ലേഴ്സ് ആണ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ എങ്ങനെയായിരിക്കും? ഫ്യൂ ബയേഴ്സ്. രണ്ടും ഓപ്പോസിറ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് വരുന്നത്. സോ യുവർ ആൻസർ ബിയോണ്ട് ഡൗട്ട് നമുക്കിവിടെ പറയാല്ലേ, നമുക്കിനി ഒന്നും ചിന്തിക്കേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. സോ യുവർ ആൻസർ വിൽ ബി ഓപ്ഷൻ ഏതായിരിക്കും? കമാൺ, ഏതായിരിക്കും? യെസ്, ഇറ്റ് ഇസ് ഓപ്ഷൻ സി. Let's move on to the next question. Factor endowment theory of international trade was put forward by factor endowment theory of international trade ആണ് നമ്മളോട് ചോദിച്ചത്. അതിൽ ജെഎസ് മില്ലിന്റെ തിയറി ഇൻ ദ റെസിപ്രോക്കൽ ഡിമാൻഡ്. ഒഹ്ലിൻ, ഡേവിഡ് റിക്കാർഡോ, നമുക്കറിയാം എന്താണ് ഡേവിഡ് റിക്കാർഡോന്റെ തിയറി വരുന്നത്? കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് ആണോ അതോ അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് ആണോ? എന്താ കമ്പാരിറ്റീവ് കോസ്റ്റ്? ഒരു രാജ്യത്തിന് എന്താണ് കമ്പാരിറ്റീവ്ലി പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുക. അതായത് വേറെ നമുക്ക് കുറെ പ്രൊഡക്ട്സ് ഉണ്ടെങ്കിൽ അതിൽ സുപ്രിമസി ഉണ്ടെങ്കിൽ ആ സുപ്രിമസിയിൽ അവരെന്ത് ചെയ്യുക? പ്രൊഡ്യൂസ് ചെയ്യാൻ നല്ല എന്താണ് കപ്പാസിറ്റി ഉള്ള ഒരു ബേസിസ് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ കമ്പാരിറ്റീവ്. രണ്ട് കമ്മോഡിറ്റി ഉണ്ടെങ്കിൽ അതിൽ ഏത് കമ്മോഡിറ്റി കമ്പയർ ചെയ്തിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ തയ്യാറാണ് അല്ലെങ്കിൽ എഫിഷ്യന്റ് ആണ്, അതാണ് കമ്പാരിറ്റീവ്. ആരാ അത് കൊണ്ടുവന്നത്? ഡേവിഡ് റിക്കാർഡോ ആണ് കൊണ്ടുവന്നത്. 19th സെഞ്ചുറിയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി നമ്മളുടെ കിൻഡൽ ബർഗർ ആണോ? ആവോ, അറിയില്ല അല്ലെ? സോ ഏതായിരിക്കും ഇവിടെ വരുന്ന ആൻസർ എന്ന് പറയുന്നത്? എന്താ ക്വസ്റ്റ്യൻ? ഫാക്ടർ എൻഡോവ്മെന്റ് തിയറി of international trade was put forward അല്ലെങ്കിൽ initiated by ആരാണ്? Yes, answer is option B, Bertin Otter. Let's move on to the next question. Which of the following is not a formula plan for portfolio revision? Option A, rupee cost average plan. Option B, constant rupee plan. Option C, fixed rupee plan. Option D, constant ratio plan. അപ്പൊ ഇത് നമുക്ക് അറിയാം അല്ലെ? ശരിക്കും പോർട്ട്ഫോളിയോ റിവിഷൻ എന്താണ്, പോർട്ട്ഫോളിയോയുടെ ഫോർമുല എന്താന്നൊക്കെ നമുക്ക് അറിയാം. അപ്പൊ സോ എന്താ, അതിൽ നിന്ന് തന്നെ നമുക്ക് ഫോർമുലേറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നതേ ഉള്ളൂ. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ സി, ഫിക്സഡ് റുപ്പി പ്ലാൻ. Let's move on to the next question. Dash is the process of loosening different subsystems in order to simplify the interconnections between them. Dash is the process of loosening different subsystems in order to simplify the interconnections between them. The direct question ആ ചോദിച്ചത് അല്ലേ? യെസ്, ഓപ്ഷൻ എ കപ്ലിംഗ്, ഓപ്ഷൻ ബി നമുക്ക് തന്നിരിക്കുന്ന എന്താണ്? ഡീകപ്ലിംഗ്, ഓപ്ഷൻ സി ലോ കപ്ലിംഗ്, ഓപ്ഷൻ ഡി ടൈറ്റ് കപ്ലിംഗ്. എന്തായിരിക്കും ആൻസർ? എന്താണ് ആൻസർ വരിക? യെസ്, ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ, coupling.
സോറി, ദർ ഇസ് എ മിസ്റ്റേക്ക്. ഇവിടെ കുപ്ലിംഗ് അല്ല വരുന്നത്. ദ ആൻസർ ഇസ് ഡി, കുപ്ലിംഗ്. ഓക്കെ, നമ്മുടെ ലൂസണിങ് ആണല്ലോ വന്നിരിക്കുന്നത് അല്ലെ? അതെ അതെ. ഓക്കെ, സോ ദ ആൻസർ ഇസ് ഡി, കുപ്ലിംഗ്. Next question, which of these is not a three-dimensional aid? Option A, specimen. Option B, poster. Option C, mock-up. And option D, model. ഇതൊരു ജനറൽ ക്വസ്റ്റ്യൻ ആണ് അല്ലെ? ജനറൽ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ദ ഓപ്ഷൻ ഇസ് പോസ്റ്റർ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് അറിയാം അല്ലെ, 3-dimensional ഡയഗ്രാം. സ്പെസിമെൻ 3-dimensional ആണ്. മോക്കപ്പ് ഇസ് എ 3-dimensional ഡയഗ്രാം ആണ്. 3-dimensional ആണ്. എയ്ഡ് ആണ്. മോഡൽ 3-dimensional. പോസ്റ്റർ ഇസ് നോട്ട് എ 3-dimensional എയ്ഡ്. സോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിരിക്കുന്നത് എന്താണ്? പ്രീവിയസ്ലി ചോദിച്ചിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് കണ്ടപ്പോൾ തന്നെ പിടിയിട്ടുണ്ടാവും അല്ലെ, ഏത് തരത്തിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതെന്ന്. ഓക്കെ, ഐ ഹോപ്പ് ദാറ്റ് യു എൻജോയ് ദ സെക്ഷൻ. പ്രിപ്പയർ വെൽ ഫോർ ദി എക്സാം ആൻഡ് ബി എ ടീം വിത്ത് ബിഗ് ലേണിംഗ്. ഓക്കെ, താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.